നമ്മുടെ സാധാരണക്കാരുടെ അടുക്കളയിൽ വളരെ ഉപകാരപ്രദമാണ് ഒരു സാധനത്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതിൻ്റെ ചെറിയൊരു ഓഫർ കൂടെയാണ്. നമ്മളിവിടെ പേര് കേട്ടിട്ടുണ്ടല്ലോ, ഈസി കുക്ക് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇത് ഇവിടെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്, പാചകം ഗ്യാസിനേക്കാൾ വേഗത്തിൽ ലാഭത്തിൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതെങ്ങനെയാണെന്നുള്ളത് കൂടെയാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഇത് ഈസി കുക്കാണ്. ഇത് ഗവൺമെൻറ് പാറ്റൻ്റ് ആയിട്ടുള്ളതാണ്, ചുവപ്പും വെള്ള ആയിട്ടുള്ളതാണ്. നമുക്ക് 1000 രൂപ ഡിസ്കൗണ്ടിലും അതിൻ്റെ ഒപ്പം തന്നെ ഈ ചിത്രത്തിൽ കാണുന്ന പോലെ 5 ലിറ്റർ പ്രഷർ കുക്കറാണ് ഇപ്പോൾ ഓഫറായിട്ട് കിട്ടുന്നത്. ഇത് നമുക്ക് നമ്മുടെ വ്യവസായ പാർക്ക് കഞ്ചേരി ഉണ്ടല്ലോ, അവിടെയാണ് ഇത് ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ ട്രേഡ് മാർക്ക് സർട്ടിഫിക്കറ്റ് ആണിത്. കാണുന്നുണ്ടല്ലോ അല്ലേ, മുദ്ര ഇതിൽ ഈസി കുക്കിൻ്റെ മുദ്ര ഇതിലുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ISO സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. അതേപോലെ ഗുഡ് മാനുഫാക്ചറിങ് പ്രാക്ടീസ് പറഞ്ഞിട്ട് GMP പ്രോഡക്റ്റ് സർട്ടിഫിക്കറ്റ് ഉണ്ട്. AAB അമേരിക്കൻ അക്രഡിറ്റേഷൻ ബോർഡിൻ്റെ സർട്ടിഫിക്കറ്റ് ആണുള്ളത്. അതേപോലെ തന്നെ നമുക്ക് കൺസ്യൂമർ എഫിഷ്യൻസി സർട്ടിഫിക്കറ്റ് ഉണ്ട്. ഇതിൽ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട് എന്താണ് ലോ വോൾട്ടേജ് ഡിവൈസ് എന്ന് പറഞ്ഞിട്ട്. അതായത് നമ്മുടെ കറണ്ടിൻ്റെ വോൾട്ടേജ് കുറവാണ്. ഈസി കുക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഐഡിയൽ വോൾട്ടേജ് 900 വാട്ടിലാണ് പ്രവർത്തിക്കുന്നത്. 900 വോട്ടിൽ, അതായത് 1 മണിക്കൂർ ഉപയോഗിക്കുമ്പോൾ നമുക്ക് 1 യൂണിറ്റിൽ കുറവാണ് ഇതിൻ്റെ കറണ്ട് ചാർജ് വരുന്നത്. ഐഡിയൽ വോൾട്ടേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാണിക്കാം. നമ്മൾ സാധാരണ ഒരു 6 ആംപിയറിൻ്റെ പ്ലഗിലാണ് ഇത് വെച്ചിട്ടുള്ളത്. ഞാൻ സ്വിച്ച് ഓൺ ചെയ്തു, സപ്ലൈ ഇതിലേക്ക് വന്നിട്ടുണ്ട്. ഇത് കാണാണ്ടല്ലോ, ചുമപ്പ് ലൈറ്റ് ഇവിടെ കത്തിയിട്ടുണ്ട്. ഇത് ഞാൻ ഓണാക്കി 900-ലാണ് ഇത് വന്നിട്ടുള്ളത്. ഒരു ബീപ്പ് സൗണ്ട് കേൾക്കുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചെങ്കിൽ ഇത് ചോദിക്കുകയാണ് പാത്രം എന്താ വെക്കാത്ത, പാത്രം എന്താണെന്ന് വെക്കാത്തതെന്ന്. നമുക്കിത് 1800 വരെ കൂട്ടാനും പറ്റും, അതേപോലെ 100 വരെ കുറയ്ക്കാനും പറ്റും. ഒന്നുകൂടെ ഞാൻ ഓഫാക്കുകയാണ്. ഓഫാക്കി ഓണാക്കി 900 ഐഡിയൽ വോൾട്ടേജ് ആണ്. അപ്പോൾ ഇത് ഓണാക്കിയിട്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ നമുക്ക് 1 മണിക്കൂറിൽ 1 യൂണിറ്റിൽ കുറവ് മാത്രമേ ചാർജ് വരുള്ളൂ. ചാർജ് കറണ്ടിൻ്റെ ചാർജ് ഓരോ വീടുകളിലും ഉപയോഗിക്കുന്നതിനനുസരിച്ചിട്ട് മാറുന്നുള്ളതാണ്. പക്ഷേ ഈസി കുക്കിൻ്റെ ഉപയോഗം 900 വാട്ടിലാണ്. ഇനിയിപ്പോൾ ഞാൻ ഓണാക്കി 900-ലാണ് ഓണ്. ഒരു പാത്രം വെച്ചു, ഇത് ചൂടാകാൻ തുടങ്ങി. ഞാനിതിൽ ഒരു 1 ലിറ്റർ വെള്ളം ഇതിൽ ഒഴിച്ച് വെക്കുകയാണ്. ഇത് ഞാനെൻ്റെ കയ്യിൽ വെച്ചിട്ട് തന്നെ ചൂടാക്കിയിട്ടുള്ളത്. ഇപ്പം ഇത് ചൂടായി കൊണ്ടിരിക്കുന്നുണ്ട്. 900-ലാണ് വർക്ക് ചെയ്യണത്. എവിടെയും കൂട്ടിയിട്ടും കുറച്ചിട്ടൊന്നുമില്ല. അല്ലെങ്കിൽ ഒന്ന് കാണിക്കാൻ ഞാൻ ഇത് 900-ലാണുള്ളത് നിൽക്കുന്നത്. പാത്രം ചോദിക്കുകയാണ് എന്താ വെക്കാനുള്ളത്. പാത്രം വെച്ചു, ബീഫ് മാർക്ക് കഴിഞ്ഞ് ചൂടായി കൊണ്ടിരിക്കുകയാണ്. ഒന്നുകൂടെ ശ്രദ്ധിക്കാൻ എൻ്റെ കയ്യിലാണ്. ഇത് വീട്ടിലെല്ലാവരും പ്രവർത്തിക്കരുത് കേട്ടോ. കാരണം എന്താണെന്ന് പറഞ്ഞാൽ കുട്ടികളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അവർ കയ്യിൽ വെക്കും. ഇങ്ങനെ വെച്ചിട്ട് അന്നൊരു കാക്കല്ലച്ചയ്ക്ക് ഏട്ടൻ കയ്യിൽ വെച്ചിട്ട് ചൂടാക്കിയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ ചൂടാക്കാമെന്നാണ്. അപ്പോൾ അത് കുട്ടികളോട് തീരെ ഉപയോഗിക്കരുത് എന്നുള്ളത്. ഞാനിതൊരു ഡെമോണ്, അതായത് നമ്മുടെ സേഫ്റ്റിയുടെ കാര്യത്തിലാണ് പറഞ്ഞിട്ടുള്ളത്. കാരണം അപ്പോൾ ഈ പറഞ്ഞ നേരം കൊണ്ട് വെള്ളം ചൂടായിട്ടുണ്ട്. ഇത് നമുക്ക് കൈ പൊള്ളണ ചൂടാണ്. ഏതാനും സെക്കൻഡുകളായിട്ടുള്ളൂ. നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം. ഇത് ഞാൻ വെള്ളം ചൂടായിട്ടുണ്ട് കേട്ടോ. ഞാനിത് എടുത്തു. കാരണം എന്താണെന്നറിയാം, ഇത് വെള്ളം ചൂടായി. ബീപ്പ് കേൾക്കാൻ പറഞ്ഞ എന്താണ് പാത്രം വെക്കാത്തെന്നുള്ളത്. അത് അതിൻ്റെ സമയത്ത് കെട്ടോളും ബീപ്പ് നിന്നിട്ട്. ഇവിടെ നമുക്ക് പാത്രത്തിൻ്റെ വക്കാണ് ഞാൻ ഇതാക്കിയിട്ടുള്ളത്. വെള്ളം ചൂടായിട്ടുണ്ട്, അത്രയും ചൂടായിട്ടുണ്ട്. പാത്രത്തിൻ്റെ വക്കത്താണ് ഞാൻ പിടിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് എങ്ങനെയാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ പാത്രം വെച്ചിട്ടുണ്ടെങ്കിൽ പാത്രം വെച്ച് വെള്ളം ഒഴിച്ചു. വെള്ളമാണ് ആദ്യം ചൂടാവുക. അത് കഴിഞ്ഞിട്ട് ഈ വെള്ളത്തിൻ്റെ ചൂടിൽ പിന്നെ പാത്രം ചൂടാവുന്നു. ആ പാത്രത്തിൻ്റെ ചൂടാണ് പിന്നെ ഇവിടേക്ക് വരണത്. അപ്പം ഞാനിത് അവിടെ കൈ വെച്ചിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എന്താന്ന്, ഇതിൻ്റെ ഹോട്ട് പ്ലേറ്റ് ഇപ്പോഴും ചൂടായിട്ടില്ല എന്നുള്ളതാണ്. വെള്ളം അവിടെ നമുക്ക് കൈ വെച്ചിട്ടുണ്ടെങ്കിൽ പൊള്ളണ ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇത്രയും വേഗത്തിലാണ് 1 ലിറ്റർ വെള്ളമാണ് ഞാൻ വെച്ചിട്ടുള്ളത്. നമുക്ക് സുഖമായിട്ട് കുടിക്കണമെങ്കിൽ ഒന്ന് ഊതി കുടിക്കുന്നതാണ്. ഇതിൽ നമുക്ക് 8 സ്വിച്ചുകളാണുള്ളത്.
ഒന്ന് വാം കീപ്പ് വാം എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ബോയിലിങ്ങിൻ്റെ ഉണ്ട്, വെള്ളം പാലൊക്കെ തിളപ്പിക്കാൻ പറ്റിയതാണ്. അതേപോലെ ഹോട്ട് പോട്ടിൻ്റെ ഉണ്ട് 900 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓണാക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ ഇതാണ് വരും. ആവറേജ് നമുക്ക് ഇതിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ചോറും കറിയും ഇറച്ചിയും മീനും എന്ത് വേണമെങ്കിലും കറി വെക്കാൻ അതിനുള്ള ചൂടുണ്ട്. പിന്നെ ടെമ്പറേച്ചർ ചൂടാക്കാൻ ഈ ഒരു സ്വിച്ച് ഉണ്ടല്ലോ, സ്ലോ ഫയർ എന്ന് പറഞ്ഞിട്ടുള്ളത്, നമുക്ക് 8 മണിക്കൂർ ചൂടാറാതെ നമുക്ക് സാധനങ്ങൾ വെക്കാൻ പറ്റും. എങ്ങനെ ഇതിൽ കണ്ടിട്ടുണ്ടെങ്കിൽ ഏറ്റവും അടിയിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ പാത്രത്തിൽ വെള്ളം നിറച്ച് വയ്ക്കുക, അതിൻ്റെ മുകളിൽ കറിയോട് വയ്ക്കുക, ഇറച്ചിക്കറിയോ സാമ്പാറോ രസം എന്താണെന്ന് വെച്ചെങ്കിൽ കൂട്ടാൻ വെള്ളമുള്ള കൂട്ടാൻ വയ്ക്കുക. അതിൻ്റെ മുകളിൽ ചോറ് ഡ്രൈ ആയിട്ടുള്ള കാര്യങ്ങൾ വയ്ക്കാം, ചപ്പാത്തി വയ്ക്കാം, പത്തിരി വയ്ക്കാൻ എന്ത് വേണമെങ്കിൽ വയ്ക്കാം. അതിൻ്റെ മുകളിൽ ഉപ്പേരി വയ്ക്കാം, അതിൻ്റെ മുകളിൽ പപ്പടം വരെ 9 കിലോ വരെ നമുക്ക് ഇതിൽ വെക്കാം. പാത്രം വെച്ചിട്ടുണ്ടെങ്കിൽ 9 കിലോ വരെ ലോഡ് ഇതിൽ വെയിറ്റ് താങ്ങണതാണ്. ഇതിന് ഫൈബർ ബോഡിയാണ്, ഒന്നും പറ്റില്ല. അപ്പോൾ ഇത് ഓണാക്കിയിട്ട് ഇതേപോലെ അട്ടിക്ക് പാത്രം നമ്മൾ രാത്രി വെച്ചിട്ട് ഓണാക്കിയിട്ടുണ്ടെങ്കിൽ രാവിലേക്ക് ചൂടോടൊക്കെ ഭക്ഷണങ്ങൾ കഴിക്കുകയും ചെയ്യാം. അതേപോലെ തന്നെ ഈ വെള്ളം കൊണ്ട് നമുക്ക് ചൂടുവെള്ളം കൊണ്ട് ചായ ഉണ്ടാക്കും. അതിന് വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. രണ്ടാമത് ഇതിൻ്റെ മുകളിലൊക്കെ വെള്ളം വീണിട്ടുണ്ടെങ്കിൽ ആ വെള്ളം സൈഡിൽ കൂടെ പോകുന്നുള്ളൂ. ഇത് സെറാമിക് പ്ലേറ്റ് ആണ്. അപ്പോൾ സാധാരണ നമ്മൾക്ക് ആർക്ക ഇൻഡക്ഷനൊക്കെ കേട്ടിട്ടുണ്ടാവും. അതിൻ്റെയൊക്കെ നടുക്ക് എന്താണെന്ന് ഒരു സ്റ്റീലിൻ്റെ ഒരു റൗണ്ട് ഉണ്ടാവും, ഗ്ലാസ് ടോപ്പ് ആവും. അതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് ചിലപ്പോൾ വെള്ളം പോകാൻ സാധ്യതയുണ്ട്. അതേപോലെ ഗ്ലാസ് ടോപ്പ് ആകുമ്പോൾ സാധനങ്ങൾ വെച്ച് എന്തെങ്കിലും തട്ടിയിട്ടുണ്ടെങ്കിൽ പൊട്ടാൻ സാധ്യതയുണ്ട്. ഇത് സെറാമിക് ടൈലാണ്, എത്ര ചൂടുണ്ടെങ്കിൽ പൊട്ടില്ല. എന്നാലും കയ്യിൽ നിന്ന് വീഴാതിരിക്കാൻ ശ്രദ്ധിക്കുക. രണ്ടാമത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ഇപ്പോൾ കുട്ടികളുണ്ടാവുകൊണ്ട് ഞാൻ കയ്യിൽ വെച്ച പോലെ ചൂടാക്കാൻ ആരെയും അനുവദിക്കാതിരിക്കുക. കാരണം ഇത് കാണിച്ചു ഇതുകൊണ്ട് ഷോക്ക് അടിക്കില്ല എന്നുള്ളത് ഉറപ്പാണ്. പക്ഷേ അതേ സമയത്ത് വെള്ളം ചൂടായിട്ടുണ്ട്, കുട്ടികൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം വീണിട്ട് പൊള്ളാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കുട്ടികളെ കൊണ്ട് ഇതൊന്നും ചെയ്യാൻ സമ്മതിക്കരുത് എന്നുള്ളത് മാത്രമാണ് ഒരു അഭ്യർത്ഥനയാണുള്ളത്. ഇതിന് നമുക്ക് വരുന്നത് എന്താണെന്ന് ആദ്യം ഞാൻ പറഞ്ഞ 1000 രൂപ ഡിസ്കൗണ്ടും 5 ലിറ്റർ പ്രഷർ കുക്കറാണ് ഇപ്പോൾ ബുക്ക് ചെയ്യുമ്പോൾ കിട്ടുന്നത്. ഇത് നേരിട്ടാണ് കിട്ടുക, കടകളിൽ കൂടെ കിട്ടൂല. ബുക്കിംഗ് ചെയ്യണവരുടെ നമ്മുടെ കമ്പനി സ്റ്റാഫുകളുടെ അടുത്ത് നിന്ന് മാത്രമാണ് കിട്ടുള്ളൂ. ലിമിറ്റഡ് ഓഫറാണ്, സബ്സിഡിയൊക്കെ എടുത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ 1000 രൂപ ഡിസ്കൗണ്ട് 5 ലിറ്റർ കുക്കറുണ്ട്. ഈ പ്രധാനപ്പെട്ട വിഷയമാണ് ഞാൻ പറയാൻ പോകുന്നത്. അത് നിങ്ങൾക്ക് വേറെ ഒരു നമ്പറിലും വിളിച്ചാലും കിട്ടില്ല, ഇല്ല തന്നെ പറയുള്ളൂ. അതുകൊണ്ട് ശ്രദ്ധിച്ച് എൻ്റെ നമ്പറാണ് 8156971718, അല്ലെങ്കിൽ 9072191105. ഈ 2 നമ്പറിൽ വിളിച്ചാൽ മാത്രമേ ഈ പറയുന്ന ഓഫർ കിട്ടുള്ളൂ. എന്താണ് ഓഫർ? നിങ്ങൾ ഈ നമ്പറിലേക്ക് വിളിച്ചിട്ട്, ഇപ്പോൾ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിൽ ഈ നമ്പറിലേക്ക് വിളിച്ചിട്ട് ബുക്ക് ചെയ്യാം. ബുക്ക് ചെയ്യാൻ 1000 രൂപയാണ് വേണ്ടത്. അത് ഇതിൽ നമുക്ക് പറഞ്ഞിട്ടുള്ളതാണ്. ഈ ഓഫർ ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ 50 ആളിൽ നിന്ന് ഒരു നറുക്കെടുക്കും. നറുക്ക് വീണവർക്ക് എന്ത് ചെയ്യും? ഈ ഇൻഡക്ഷൻ കുക്കർ, അതായത് മുകളിൽ പറഞ്ഞ 5 ലിറ്റർ കുക്കർ, ഇൻഡക്ഷൻ കുക്കർ, അവരുടെ ബുക്കിങ്ങിൻ്റെ പൈസ തികച്ചും സൗജന്യമായിട്ട് കൊടുക്കും. ഓർക്കുക, ഓരോ 50 ആളിൽ നിന്നും ഓരോ വിജയിയെ നമ്മൾ നോക്കും. പിന്നെ 50 ആൾക്കാണ് പറഞ്ഞിട്ട് 50 ആളിൽ നിന്ന് ഒരാൾക്കാണുള്ളത്, അത് പൂർണ്ണമായിട്ടും സൗജന്യമാവും. അല്ലാത്ത ബുക്ക് ചെയ്തവർക്ക് അവർക്ക് ഈ 1000 രൂപ ഡിസ്കൗണ്ടും 5 ലിറ്റർ കുക്കറാണുള്ളത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക. ഇപ്പം ഞാൻ തന്നിട്ടുള്ള നമ്പറിൽ എൻ്റെ നമ്പറിലേക്ക് വിളിച്ചിട്ട് ബുക്ക് ചെയ്യുക. 1000 രൂപ ഇതേ നമ്പറിൽ, അതിൽ 1718 എന്നുള്ള നമ്പറിൽ ഗൂഗിൾ പേ ചെയ്താലും മതി. ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ബുക്ക് ചെയ്തവരുടെ ഒരു ഗ്രൂപ്പ് തുടങ്ങും. അതിൽ അവരുടെ നമ്പർ വയ്ക്കും. 50 ആൾ ആകുമ്പോൾ അവരുടെ ഒരു നറുക്കെടുപ്പുണ്ടാകും. അപ്പോൾ ഇന്ന് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് 3-4 ദിവസം കൊണ്ട് ഇത് ക്ലോസ് ചെയ്യണം. അപ്പോൾ 4 ദിവസം കൂടുമ്പോഴെങ്കിലും 50 ആൾക്കാരുണ്ടാവും, ഓരോരുത്തർക്ക് കിട്ടാനും സാധ്യതയുണ്ട്. അപ്പോൾ മാക്സിമം ഷെയർ ചെയ്യുക. നമുക്ക് ഗ്യാസിൽ വെക്കണതിനേക്കാളും വേഗത്തിൽ ഇതിൽ വെള്ളം ചൂടാകും, ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ ചൂടാക്കാൻ പറ്റും. അതുകൊണ്ട് നല്ല പോഷകാംശങ്ങൾ നഷ്ടപ്പെടാതെ തന്നെ കുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഈസി കുക്ക്. ഈസി കുക്ക് എന്ന പേരിനോട് പോലെ തന്നെ അനുയോജ്യമായിട്ടുള്ളത് നിങ്ങൾ വെള്ളം തിളച്ചപ്പോൾ തന്നെ കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവരും ബുക്ക് ചെയ്യുമെന്ന് വിചാരിക്കണം. അതേപോലെ തന്നെ ഫ്രീ ആയിട്ട് നേടാനുള്ള ഈ അവസരം കളയാതിരിക്കുക. ഓക്കെ, നന്ദി, നമസ്കാരം.